ഗൈസ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ആനപ്പൂരമായ വയലേങ്കുന്ന് കാവ് പൂരം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചെക്കൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചപ്പോൾ ഓക്കെ നമുക്ക് എന്നാൽ പോവാന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവാണേ. ഓക്കെ, ചാച്ചുവിൻ്റെ അച്ഛനും കുറച്ച് നേരത്തെ പോയിട്ടോ. അപ്പോൾ നമ്മളിത് ഗൈസ് കടമ്പഴിപ്പുറത്തി നമ്മുടെ മെട്രോ സിറ്റി. ഓക്കെ, വയലേങ്കുന്ന് പൂരം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള ഒതുങ്ങിയിട്ടുള്ളൊരു പൂരമാണ്, ആനപ്പൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര രസമാണെന്ന് കേട്ടിട്ടുണ്ട്, ഭയങ്കര വൃത്തിക്കുള്ളൊരു പൂരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കടമ്പഴിപ്പുറം എത്തുമ്പോഴത്തേക്കും തന്നെ കാണില്ലേ തിരക്കാണ്, തിരക്ക് എന്താ പറയുക ഒന്നും പറയാൻ പറ്റില്ല. വണ്ടി തന്നെ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ തിരക്കാണ് കേട്ടോ. രണ്ട് സൈഡും വണ്ടികൾ ആളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ലൈറ്റിങ് കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് നടന്ന് എത്താറായി, കാവിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഒക്കെ അങ്ങനെ ഇതാണ്ടില്ലേ കൊക്കോ വണ്ടിയിലെ ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ട് വലിയ ആളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പൂരപ്രേമികൾക്കും ആനപ്രേമികൾക്കും വേണ്ടിയിട്ട് ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഗൈസ്. എല്ലാവരും നമ്മുടെ ഈ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഐസ്ക്രീം കടകൾ, പൊരിക്കടകൾ, കാളൻ കടകൾ, ഹൽവക്കട, എന്തൊക്കെയാണെന്നറിയോ ഒരുപാട് സംഭവങ്ങളായിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്, ഭയങ്കര തിരക്ക്. അപ്പം അങ്ങനെ നമ്മുടെ വണ്ടി പതുക്കെ പോകുന്നുള്ളൂ കേട്ടോ. നൈറ്റ് ആവുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ കവാടം. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ കാവെത്തും. ഓക്കെ, ഇനി നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അപ്പോൾ ഞാനവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ്, മാലയും കമ്മലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു മാല ഞാൻ നോക്കി വെച്ചു കേട്ടോ ഗൈസ്. അങ്ങനെ നോക്കി ഞാൻ ഫുൾ കൺഫ്യൂസ്ഡായി, ഏതെടുക്കണം. അതിലൊരു സരസ്വതീൻ്റെ മാല ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഇഷ്ടമായി. യെസ്, സൈസ് കാണാനും ഭംഗിയുണ്ട്, വിലയും കുറവാണ്. അത് എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്മലും അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളത് അമ്പലത്തിയപ്പോൾ കണ്ടില്ലേ കുറുമ്പന്മാരെല്ലാവരും നിരന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ വയലേങ്കുന്ന് കാവ്. ഭയങ്കര രസമായിരുന്നു. ഒരു ഭാഗത്ത് ഫുൾ ആനോളെ നിൽക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഇവിടെ കൊട്ട് മറുഭാഗത്തും അതേപോലെ തന്നെ കാണാൻ മൊത്തത്തിലൊരു ആനച്ചന്തെന്ന് പറയുന്ന പോലെ മൊത്തത്തിൽ കാണാൻ ഇടുമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ സൈഡിൽ കൂടെ വന്നപ്പോൾ ഇവിടെയും കുറേ ആനകൾ, വേറെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ, ഈ ആനയും വാദ്യങ്ങളും കൊട്ടൊക്കെ. പക്ഷേ കാണാനായിട്ട് ഭയങ്കര രസമാണത് കാണാനായിട്ട്. തരുന്നൊക്കെ വെച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നേരിൽ കാണാനായിട്ട് കുടയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കൊട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞങ്ങൾ ആദ്യം അവിടെ ഇരുന്നു, സ്ഥലം പിടിച്ചോക്കെ. അങ്ങനെ ഞങ്ങളിരുന്ന് കാണുന്ന സമയത്താണ് കൊട്ട് ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. ഈ കൊട്ടിനെക്കാട്ടിലും ഇഷ്ടമായത് ഇതാ ഊതുന്ന കുഴൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൽ രണ്ട് ചേട്ടന്മാർ പൊള്ളിയായിരുന്നു. ഒരാളിങ്ങനെ ഇവിടെ നിന്ന് ആവുന്ന സമയത്ത് മറ്റേ ആൾ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, ഭയങ്കര രസമാണ്. കട്ലേസ് ഭയങ്കര രസമാണ് കേട്ടോ, അത് കാണാനായിട്ട് ഭയങ്കരമായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ നിന്ന് അവർ കൊട്ടും, പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഭയങ്കര രസമാണ്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി, എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ഇത് കേട്ടൂല അല്ലേ? ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. അത് ഇങ്ങനെ 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 മുറുകി മുറുകി വരുന്ന സമയത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടോ. ശരിക്കും നമ്മുടെ നാടും ആനയും പൂരം കാവും ഒക്കെ എന്ത് മനോഹരമാണല്ലേ. അതൊക്കെ ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. പിന്നെ കേസ് ഞാൻ എന്താ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ അറ്റത്തിരിക്കുന്ന ഒരു ആനക്കുറമ്പൻ ഭയങ്കര വില്ലനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് ഇങ്ങനെ 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 ആടുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ ശരിക്കും ചെറുതായിട്ട് പേടിയായി ഗൈസ്. ഏതാണ്ടല്ലേ ഈ ചേട്ടൻ ഇപ്പം ഈ കാണുന്ന ആ ചേട്ടൻ ഓടുന്നതാണ് നല്ല രസമുണ്ട്. ശരിക്കും ശരിക്കും അവരെ സമ്മതിക്കണം അല്ലേ. ഈ ശ്വാസം കൊണ്ട് വായ കൊണ്ട് അവരതിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ആ സെൻറ്ററിൽ നിൽക്കുന്ന ആ ചേട്ടനാണെങ്കിലോ പൊള്ളിയായിട്ട് വായിക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. അതിമനോഹരം, ഒന്നും പറയാനില്ല. പിന്നെ അപ്പോഴത്തേക്കും കുക്കൂസ് മതിയായിട്ടോ. അവനെ കണ്ടത് മതി. അപ്പോഴത്തേക്കും അവന് ബലൂൺ വേണം, ഐസ്ക്രീം വേണം, അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങൾ വേണം. അപ്പം ഞങ്ങൾ നൈസായിട്ട് ഓക്കെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളങ്ങനെ പോകാൻ തുടങ്ങണം കേട്ടോ. എനിക്ക് അവിടുന്ന് പോകാനും തോന്നുന്നില്ല. ഓക്കെ അത്രയും രസമായിരുന്നു. കണ്ടില്ലേ നമ്മുടെ ഗജവീരന്മാർ ഇവിടെ അണിഞ്ഞിരുന്ന് നിൽക്കുന്നത്. ഏതാ ഇവരിങ്ങനെ കുറച്ച് സ്ട്രോങ് ആവാൻ തുടങ്ങി. പാവൻ ചേട്ടന്മാർ വെള്ളം കുടിക്കാൻ കേട്ടോ. ഇവർ നിന്നിങ്ങനെ കൊട്ടണ്ടല്ലേ മണിക്കൂറുകളോളം.
അങ്ങനെ ഇവിടെ കുട്ടികൾ ബലൂണൊക്കെ ഇങ്ങനെ പറത്തി കളിക്കുന്നത് കണ്ടിട്ട് അവന് ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ബലൂൺ വാങ്ങിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അതാ ഈ സംഭവമാണ് അത്ര അവന് വേണ്ടത്. അതിലുള്ള ആ പൂച്ചക്കുട്ടി പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അവന് ഇഷ്ടമായത്. അപ്പം ഞങ്ങളിതാ അത് വാങ്ങിക്കാൻ പോവുകയാണേ. യെസ്, അതാണ് അത്ര അവന് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമല്ലേ. ഓക്കെ, അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ അവൻ്റെ ഒരു സന്തോഷം. നമ്മളെ ഏട്ടയ്ക്കും കുട്ടിക്കും സെയിം സാധനം തന്നെ വാങ്ങിയിട്ട് നമ്മൾ പോകണം കേട്ടോ. പിന്നെ പൂരായിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐസ്ക്രീം കാളൻ അതൊക്കെ ഒരു നിർബന്ധം ഉള്ളൊരു സംഭവം ആവുന്നുണ്ട്. പിന്നെ കാളൻ കടയിൽ കണ്ട് ഇങ്ങനെ നൈസായിട്ടൊരു കാളനും കഴിച്ച് പോരാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ യെസ്, ഈ സംഭവമൊക്കെ ഞാനെ പിടിച്ചെന്ന്. ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. നാവ് ചെറുതായിട്ടൊന്ന് പൊള്ളി. സാരില്ല, എന്നാലും കാള നമുക്കൊരു വിചാരമായത് കാരണം അത് അടിച്ച് പിന്നെയാണ് കേട്ടോ. പൂരത്തിന് വേറൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കാള അത് നമുക്ക് നിർബന്ധമാണ്. അതിനിതാ അവനൊരു ഐസ്ക്രീം വേണം. അവൻ പിന്നെ പച്ചയുടെ മെയിൻ ആളാണ് കേട്ടോ. പച്ച കളർ അവന് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എത്ര ടേസ്റ്റുള്ള ഐസ്ക്രീം കൊടുത്താലും അവന് ഈ പിസ്ത ഫ്ലേവറിൽ ലാസ്റ്റ് വെച്ച് തന്നത്തുള്ളൂ കേട്ടോ. പച്ച കളർ ഭയങ്കര ഇഷ്ടമാണ്. എന്തെടുക്കണേനും പച്ച. അങ്ങനെ അച്ഛൻ കുട്ടിയും കൂടെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ പൂരം വൈബാക്കി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ. ഓളം തളം ഗൈസ്, ബൈ.